അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഞ്ചരിച്ച ഔദ്യോഗിക ഹെലികോപ്റ്ററായ മറൈൻ വണ്ണും യാത്രക്കാരുമായി പറന്നുയർന്ന പാസഞ്ചർ വിമാനവും ആകാശത്ത് വെച്ച് അതിസങ്കീർണമായ സാഹചര്യത്തിൽ തൊട്ടടുത്തെത്തിയതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് വാഷിംഗ്ടൺ ഡിസിയിലെ വൈറ്റ് ഹൌസ് വളപ്പിൽ നിന്ന് ആൻഡ്രൂസ് എയർഫോഴ്സ് ബേസിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു ട്രംപിന്റെ മറൈൻ വൺ. ഇതേ സമയത്ത് തന്നെയാണ് തൊട്ടടുത്തുള്ള റൊണാൾഡ് റീഗൻ വാഷിംഗ്ടൺ നാഷണൽ എയർപോർട്ടിൽ നിന്ന് അമേരിക്കൻ എയർലൈൻസിന്റെ ഉപകമ്പനിയായ എൻവോയ് എയറിന്റെ എംബ്രയർ E-117 പാസഞ്ചർ വിമാനം പറന്നുയർന്നത്. അടിയന്തര സാഹചര്യത്തിൽ ഇരു വിമാനങ്ങളും തമ്മിൽ 1 മൈലിൽ കുറഞ്ഞ ദൂരം മാത്രമാണ് ആകാശത്ത് വെച്ച് ഉണ്ടായിരുന്നത്. US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ചട്ടപ്രകാരം എയർപോർട്ടുകൾക്ക് സമീപം വിമാനങ്ങൾ തമ്മിൽ കുറഞ്ഞത് 1.5 മൈൽ തിരശ്ചീന ദൂരവും 500 അടി ലംബമായ ദൂരവും ഉണ്ടായിരിക്കണമെന്നാണ്. സാധാരണയായി VIP സാന്നിധ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ പറന്നുയരുമ്പോൾ വാണിജ്യ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കാറാണ് പതിവ്. എന്നാൽ ഇവിടെ ആ നിയന്ത്രണം കൃത്യമായി പാലിക്കപ്പെടാതിരുന്നതും രണ്ട് വിമാനങ്ങളും ഒരേ സമയം അപകടകരമായ ദൂരപരിധിയിൽ എത്തിയതും ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്ന് ഏവിയേഷൻ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് സഞ്ചരിച്ച ഹെലികോപ്റ്ററും പാസഞ്ചർ വിമാനവും ആകാശത്ത് വെച്ച് അപകടനിലയ്ക്ക് തൊട്ടടുത്തെത്തിയതിന് പിന്നിലെ എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനങ്ങളുടെ ആശയവിനിമയ വീഴ്ചയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പുറത്തുവന്ന എയർ ട്രാഫിക് കൺട്രോൾ ഓഡിയോ റെക്കോർഡിംഗുകൾ പ്രകാരം മറൈൻ വൺ ഹെലികോപ്റ്റർ വൈറ്റ് ഹൌസ് വളപ്പിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് 3 തവണ കൺട്രോൾ ടവറിലേക്ക് മുന്നറിയിപ്പ് സന്ദേശം അയച്ചിരുന്നു. എന്നാൽ റേഡിയോ സന്ദേശങ്ങളിലെ സാങ്കേതിക തടസ്സം മൂലം തങ്ങൾക്കായി സന്ദേശം വ്യക്തമായി ലഭിച്ചില്ലെന്നാണ് ടവർ കൺട്രോളറുടെ വിശദീകരണം. സാധാരണയായി പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ പറന്നുയരുമ്പോൾ വാഷിംഗ്ടൺ നാഷണൽ എയർപോർട്ടിൽ നിന്നുള്ള മറ്റു വാണിജ്യ വിമാനങ്ങളുടെ സർവീസ് താൽക്കാലികമായി നിർത്തിവെക്കാറുണ്ടെങ്കിലും ആശയവിനിമയ വീഴ്ചയെ തുടർന്ന് പാസഞ്ചർ വിമാനത്തിന് ടേക്ക് ഓഫ് അനുമതി നൽകുകയായിരുന്നു. തുടർന്ന് ഇരു വിമാനങ്ങളും തമ്മിൽ ലോസ് ഓഫ് സെപ്പറേഷൻ സംഭവിച്ച സാഹചര്യത്തിൽ US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും സംയുക്തമായി അടിയന്തര അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു. വാഷിംഗ്ടണിലെ തിരക്കേറിയ വ്യോമപാതയിൽ വിമാനങ്ങളുടെ സുരക്ഷിത അകലം ഉറപ്പാക്കുന്നതിൽ എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് എവിടെയാണ് പിഴവ് സംഭവിച്ചതെന്നും റൊണാൾഡ് റീഗൻ എയർപോർട്ടിലെ ട്രാഫിക് സിഗ്നൽ പ്രോട്ടോകോളുകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും അറിയാൻ കൺട്രോൾ ടവറിന്റെ കോൾ ലോഗും ശബ്ദരേഖകളും ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. വിമാനങ്ങൾ ആകാശത്ത് വെച്ച് തൊട്ടടുത്തെത്തിയെങ്കിലും സംഭവത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് യാതൊരു തരത്തിലുള്ള അപകടവും നേരിട്ടിട്ടില്ലെന്ന് വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFPയോട് സംസാരിക്കവേ ലോകത്തിലെ തന്നെ ഏറ്റവും മികവുറ്റ ഏവിയേറ്റർമാരാണ് മറൈൻ വൺ ഹെലികോപ്റ്ററുകൾ നിയന്ത്രിക്കുന്നതെന്നും പ്രസിഡന്റ് തികച്ചും സുരക്ഷിതരാണെന്നും വൈറ്റ് ഹൌസ് വക്താവ് കുഷ് ദേശായി വ്യക്തമാക്കി. ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ പ്രാപ്തിയുള്ള പരിശീലനം ലഭിച്ച പൈലറ്റുമാരാണ് VIP ഹെലികോപ്റ്ററുകൾ പ്രവർത്തിക്കുന്നതെന്നും വൈറ്റ് ഹൌസ് കൂട്ടിച്ചേർത്തു. അതേസമയം സുരക്ഷാ ലംഘനത്തിൽ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിന്റെ വീഴ്ചകളെക്കുറിച്ച് ദേശീയ ഗതാഗത സുരക്ഷാ ബോർഡ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ വിമാന കമ്പനിയായ അമേരിക്കൻ എയർലൈൻസോ മറൈൻ വൺ നിയന്ത്രിക്കുന്ന US മറൈൻ കോർപ്സോ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. US പ്രസിഡന്റിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിമാനയാത്രാ പാതയിലുണ്ടായി പാളിച്ച വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്കും വ്യോമയാന സുരക്ഷാ പരിഷ്കാരങ്ങൾക്കും വഴിവെക്കുമെന്നാണ് കരുതപ്പെടുന്നത്. NTCBയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നതോടെ കൂടുതൽ വിവരങ്ങളും വ്യക്തമാകും.